ഹായ്, SP അരുളേലാണ്. ഈ മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് വിചാരിച്ചിരുന്ന എന്തോ ഒരു ഉദാത്ത പ്രവർത്തനമാണ്. ചില വാർത്തകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളറകളെക്കുറിച്ചൊക്കെ ചിലർ കൃത്യമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോർത്തിയെടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ എഴുത്തുകൾ വായിച്ചിട്ട് ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അത്ഭുതപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ചിലവന്മാർ ഈ ബോഞ്ച അടിച്ചിട്ടിരുന്ന് എഴുതുന്നതാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അതിനൊരു തെളിവായിട്ട് ഇപ്പോൾ കാണിക്കാനുള്ളത് നോക്കിയേ. ഈ മൂന്നാം പിണറായി ഇന്നത്തെ മംഗളം പത്രത്തിലെ ഒരു വാർത്തയാണ് കേട്ടോ. മൂന്നാം പിണറായി സർക്കാർ അത് ഉറപ്പാണ്. 4-ാം തീയതി റിസൾട്ട് വന്നാൽ 5-ാം തീയതി പന്തലിട്ടോ എന്ന്. എന്തിന്? സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി. ആ എഴുതിയ നാരായണൻ എന്ന ഒരു മരക്കിഴങ്ങനോട് പറയാനുള്ളത്, താൻ എത്ര കാലമായോടെ ഈ പണി തുടങ്ങിയിട്ട് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സർക്കാർ, അത് പിണറായി സർക്കാർ തന്നെ വേണമെന്നില്ല, ഏത് സർക്കാരും ആയിക്കോട്ടെ, ഇന്നിപ്പോൾ റിസൾട്ട് വന്ന് പിറ്റേന്ന് പന്തലിട്ട് സത്യപ്രതിജ്ഞ നടത്തിയ ചരിത്രമുണ്ടോ എവിടെയെങ്കിലും? അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സാമാന്യ ബോധമില്ലാത്ത വിവരക്കേടുകൾ എഴുതി പിടിപ്പിക്കുക എന്നുള്ളതാണ് ചിലരുടെ ഉള്ളിൽ ഒരു പ്രത്യേക കുളിര് കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ എഴുതി പിടിപ്പിക്കുന്ന വാർത്തയാണ്. ഇപ്പോൾ ഇടതുപക്ഷക്കാരെ ആണെങ്കിലും അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇതൊക്കെ വായിക്കുമ്പോൾ തോന്നും, യവനൊക്കെയാണല്ലോ ഈ മാധ്യമ പ്രവർത്തനം എന്ന പേരിലിരുന്ന് ഓരോ ദിവസം ഓരോ വിടുവായത്തരങ്ങൾ എഴുതി വിടുന്നത്. ഇപ്പോൾ 4-ാം തീയതി ജനം തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അവർ ശക്തമായി വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തു എന്നാണ് പറയുന്നത്. കാര്യം ആ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ നാരായണ അതിൻ്റെ നടുക്ക് നിൽക്കുകയായിരുന്നു. അതായത് അദ്ദേഹം അപ്പോഴാണ് കേട്ടത്, പോയി പിണറായി പറയാണ്, പോയി പന്തലിട്ടോ, നമുക്ക് 5-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാമെന്നൊക്കെ യവനെയും കൂടെ നിർത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും. എന്ത് പറയാനൊന്ന് ആലോചിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനം എന്ന പേരിലുള്ള വേറെ വല്ല വാക്കുകളുമാണ് ഇതിനൊക്കെ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു മര്യാദ വേണ്ട. എഴുതുന്നതൊക്കെ പൊലിപ്പിക്കുക, സർക്കുലേഷൻ കൂട്ടുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളുകളിൽ ഒരു പക്ഷേ റിസൾട്ട് പോയി എതിരായിട്ട് വന്നാൽ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാസമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി അവൻ്റെ ഉള്ളിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളെ വാർത്ത എന്ന പേരിൽ എഴുതി പിടിപ്പിക്കുന്ന പണിയാണ് ഈ മാധ്യമ പ്രവർത്തനമെന്ന് അതിനകത്ത് പ്രവർത്തിച്ച ഒരു ന്യൂസ് പത്രങ്ങളിൽ ഇല്ലായിരുന്നു. എന്നിരുന്നാലും പത്രങ്ങളിലെ പല കിടിലങ്ങളെന്നൊക്കെ പറഞ്ഞിരുന്നവരെയൊക്കെ പിൻകാലങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടി വരുന്നൊരു കാര്യം, ഇതൊക്കെ വെറും പൊള്ളത്തരമാണ്. ഞാൻ പറയാറില്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഹാന്മാരാണെന്ന് സ്വയം അവരോധിക്കുകയും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇവരുടെ എഴുത്തുകൾക്ക് വേണ്ടി ഇവരുടെ പിന്നാലെ നടന്നൊരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന രീതിയിലൊക്കെ വലിയ സംഭവബഹുലമായിട്ട് ചില എഴുത്തുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് എന്ന് കരുതിക്കൊണ്ട് എല്ലാവരും അങ്ങനെയല്ല. ഈ രാഷ്ട്രീയ ഊഹാപോഹ വാർത്തകൾ വളച്ചൊടിക്കൽ, ചിലരുടെ തോന്നലുകൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അവരുടെ തോന്നലുകൾ മാത്രമാണ്. ഇപ്പോൾ മനോരമ ഇന്നിപ്പോൾ പ്രതിപക്ഷത്ത് ആരാകും, അല്ലെങ്കിൽ ഇപ്പോൾ തോൽക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്ത് ആരാകും എന്നുള്ള ചർച്ച നടത്തിയെന്നൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഒരു പാർട്ടി ആരാണോ വിജയിക്കുന്നത് അവർ തമ്മിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ നിങ്ങളിങ്ങനെ ഈ ഊളത്തരങ്ങൾ എഴുതി പിടിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? വെറൈറ്റി വാർത്ത വേണമെന്ന് മുതലാളി പറയുമ്പോൾ ഇന്നായിരിക്കട്ടെ വെറൈറ്റി, 5-ാം തീയതി പന്തലിടാം പിണറായി പറഞ്ഞു അത്രേ. ആ പന്തൽ പണിക്ക് വേണ്ടി വിളിച്ചത് ഇനി എവനെയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ നാരായണൻ എന്ന് പറയുന്ന മഹാനെയാണോ പന്തൽ കെട്ടാൻ വേണ്ടി വിളിച്ചത് എന്ന് സംശയമുണ്ടാകുന്നുണ്ട്. എന്തായാലും വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കി. മസാലകൾ കയറുക, അല്ലെങ്കിൽ ഏതെങ്കിലും മസാലകളും അല്ലെങ്കിൽ ഒരു പുലബന്ധമില്ലാത്ത കാര്യങ്ങളെ ചിലർക്ക് വായിച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കാൻ പറ്റുന്ന ചില പൊട്ടത്തരങ്ങൾ എന്നതിനപ്പുറം ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല, പരിഗണിക്കാൻ പോലും പാടില്ലാത്ത സാധനമാണ്. പക്ഷേ ഇതൊക്കെയാണ് നിർഭാഗ്യവശാൽ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ വാർത്തകൾ, മാധ്യമ റിപ്പോർട്ടുകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.